ഇപ്പോൾ PV അൻവർ MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള SP ആണ് മലപ്പുറത്തൊന്നും. ആ SP-യെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് ADGP അജിത് കുമാർ ആണെന്നുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. അതിലിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ മരിച്ച റിദാൻ ഫാസിലിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അവൻ്റെ റിദാനിൻ്റെ അനിയനുൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദറില്ല, എളാപ്പയാണ് കാര്യങ്ങൾ നോക്കുന്നത്. എളാപ്പ, അദ്ദേഹത്തിൻ്റെ അനിയൻ, ആ കുടുംബം, അവരുടെ ഉമ്മ, ഇവരുമായി വിശദമായി കാര്യങ്ങൾ 2-3 തവണയായി സംസാരിച്ചു. അപ്പോൾ ആ കേസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അവർ പറയുന്നത് ഈ കഴിഞ്ഞ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി ഏകദേശം 8 മണിയോട് കൂടിയിട്ട് മരിച്ച റിദാൻ ഫാസിലിൻ്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിദാൻ ഫാസിൽ അങ്ങോട്ട് ഫോണിൽ വിളിച്ചതാണോ എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ നിൽക്കുക. അതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ്. അവിടെ വരുന്നു, റിദാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു, ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്, ഒരു 10-10:30 മണിക്ക് തിരിച്ചെത്തും. അപ്പോൾ വൈഫ് പറഞ്ഞു, പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു. 8 മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ പോകുന്നു. അതിനുശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി ഞാൻ പറയുന്നതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ഓർമ്മ പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 8 മണിയോടുകൂടി ഇവരവിടുന്ന് 2 പേരും പോകുന്നു. ഇറങ്ങുമ്പോൾ ഭർത്താവ് പറയുന്നു, ഞാനൊരു 10:30 മണിയാകും. ഭാര്യ പറയുന്നു, നിങ്ങൾ പെരുന്നാൾ തലേന്നാണ്, നിങ്ങൾ പെട്ടെന്ന് വരാമെന്നോ. അങ്ങനെ പോയി 10:30 മണി കഴിഞ്ഞിട്ടും അതല്ല, അതിൻ്റെ ഇടയിൽ ഒരു 9 മണിയോട് കൂടിയിട്ടാണ് റിദാൻ ഫാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫോണിൽ ചാർജ് കുറവാണ്, ചിലപ്പോൾ ഫോൺ ഓഫായി പോകും എന്ന് ഒരു ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടിയെ അത് ധരിപ്പിക്കുകയാണ്. അങ്ങനെ 11 മണിയായിട്ടും കണ്ടില്ല. അത്രയ്ക്കും എത്താം എന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് ആ കൃത്യ സമയത്ത് അങ്ങനെ വരുന്ന ആളുകൾ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്ന അമ്മയൊക്കെ പോലെയുള്ള. ഇപ്പോൾ 11 മണി വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു. 11:30 ആയിട്ടും കാണാതായിരുന്നു. സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരെങ്കിലും അവർ വിളിച്ചന്വേഷിച്ചു. അവരുടെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബ സുഹൃത്തു കൂടിയായ ഈ റിദാൻ ഫാസിൽ ഈ ഷാനിനെ ഫോൺ വിളിക്കുക. ഷാനിന് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ എത്തിയില്ല. നീനു എന്നാണ് വൈഫ് അവർ വിളിക്കുന്നത്. ഇവരൊക്കെ നീനു എന്നാണ് വിളിക്കുന്നത്. നീനു ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു, ഞങ്ങൾ 8:30 കൂടി 9 മണിയോട് കൂടി പിരിഞ്ഞതാണ്. ഞാൻ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ട് കിടന്ന സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്തിൻ്റെ അടുത്തായി ഞങ്ങൾ കേശ്ശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ വിളിച്ചു, ഷാനിനെ വിളിച്ചപ്പോൾ ഷാൻ പറഞ്ഞു, ഞങ്ങൾ യാത്ര പോയിട്ടില്ല, ഒരു 8:30 കൂടി ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഈ ചമ്പക്കുളത്ത് അറബി കോളേജിൻ്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിൻ്റെ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു, അവനെ കാണാൻ 2 ഫ്രണ്ട്സ് വരാനുണ്ട്, അതുകൊണ്ട് അവരെ കാത്തു നിൽക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ്. അത് ആ 8:30-ക്ക് ശേഷം ഈ പറയുന്ന ഷാൻ റിദാനെ അവിടെ നിർത്തി അവിടുന്ന് പോയി എന്ന രീതിയിലാണ് ഈ കുട്ടിയോട് ഷാൻ മറുപടി പറയും. അങ്ങനെയായി ഇവർ പലരെയും വിളിച്ചു നോക്കി, വീണ്ടും വിവരങ്ങളില്ല. അങ്ങനെ രാത്രി 1 മണിയോട് കൂടി
വീണ്ടും ഈ ഷാനിനെ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ വിളിക്കുക. അപ്പം റിദാൻ ഫാസിൽ അവിടെ വീട്ടിലുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തു. വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. ഏതായാലും നേരം വിളിക്കട്ടെ, നമുക്ക് നോക്കാം, കുറച്ച് വൈകിയാലും എല്ലാം തരുന്നല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ സമാധാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞു 4 മണിയോട് കൂടിയിട്ട് 4 മണിയായിട്ടും കാണാനിട്ട് വീണ്ടും ഇവര് വിളിച്ചു എന്ന് പറയാം ഈ ഭാര്യ. അപ്പോ റിദാൻ ഫാസിലിന്റെ ഷാന്റെ ഫോണ് റിങ്ങായിട്ട് അവരെടുത്തില്ല. അങ്ങനെ ഷാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിച്ചു. അവര് റിദാൻ ഫാസിലിന് ഷാന്റെ ഫോണ് കൊടുത്തു. അപ്പോഴും എത്തിയില്ല എന്ന് വിവരം പറഞ്ഞു. ഏതായാലും നേരം വിളിക്കട്ടെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. രാവിലെ നേരം വിളിച്ചപ്പോൾ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാൻ അവൻ്റെ ഭാര്യയും കുട്ടിയും റിദാൻ ഫാസിലിന്റെ വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ എവിടെ പോയിട്ടുണ്ടാവുമെന്ന് ചർച്ച നടക്കുന്നു. അപ്പൊ ഇവൻ ഷാന് ഞാനേതായാലും വൈഫിനെയും കുട്ടീനെയും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോകണം. ഇതിനെക്കുറിച്ചൊരു വിവരമില്ല. പോകുന്ന സമയത്ത് ഈ ഷാൻ റിദാൻ ഫാസിലിന്റെ അനിയനോട് പറഞ്ഞു, ഏതായാലും നീ ആ കുന്നിലൊന്ന് പോയി നോക്കും, ആ ഭാഗത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഷാൻ വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും കൂടി സ്കൂട്ടറിൽ പോകുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും റിദാൻ ഫാസിലിന്റെ അനിയൻ ഈ പറഞ്ഞ കുന്നിൽ ചെന്നപ്പോൾ റിദാൻ ഫാസിൽ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്, അനക്കമില്ലാതെ കിടക്കും. അങ്ങനെ ഫോൺ ചെയ്യുന്ന ആളുകൾ ഓടിക്കൂടുന്നു. അപ്പോഴേക്കും ഭാര്യയും മകനെയും അവിടെ ഇറക്കിയിട്ട് ഈ പറയുന്ന ഷാനും തിരിച്ച് ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിക്കറിയില്ല. അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നു പോലീസ്, പോസ്റ്റ്മോർട്ടം നടത്തുന്നു. വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നു, തലക്ക് മുറിവുണ്ടെന്ന് പറയുന്നു. രാത്രി 9:30 മണിയോടുകൂടി മയ്യത്ത് മറവ് ചെയ്യുന്നു. രാത്രി തന്നെ പോലീസ് വന്ന് ചോദിക്കുന്നു, ലാസ്റ്റില് എപ്പോഴാണ് ബന്ധപ്പെട്ടത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ പറഞ്ഞ പോലെ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വീണ്ടും വീട്ടിൽ വരുന്നു, കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു. പിറ്റേ ദിവസം ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയോട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറയാം. അങ്ങനെ കുടുംബം അവരവിടെ കൊണ്ടുചെന്നു. ആദ്യത്തെ ദിവസം ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിനെ റെക്കോർഡ് ചെയ്തു. ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുത്തി ഇവരുടെ സംശയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. റിദാൻ ഫാസിലിന്റെ കുടുംബ ഫാമിലി ചരിത്രം, അവൻ്റെ ലൈഫ് സ്റ്റൈൽ സ്വാഭാവികമായിട്ട് പോലീസ് ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ് പറയുന്നത്. മരിച്ചതിന്റെ 2ാമത്തെ ദിവസമാണ് പോലീസ് കൂട്ടി കൊണ്ടുപോകുന്നത്. വീട്ടിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് അല്ല എടുത്തത്. 3ാമത്തെ ദിവസം വീണ്ടും ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. DYSP ഓഫീസിൽ പോകുന്നു. ഉച്ചവരെ ചോദ്യം ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്തതിന്റെ സ്റ്റൈല് മാറും. ഇത് ആ പത്രസമ്മേളനത്തിൽ ആ ഫാമിലി പിന്നെയാണോ നാലാന്നോ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അങ്ങനെ സ്റ്റൈല് മാറുന്നു. നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ആ തരത്തിലാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്. കുട്ടി സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ല, അടിസ്ഥാനരഹിതമാണ്. അവിടെ തന്നെയാണ് ഈ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമില്ല. നാട്ടിലുള്ളവർക്കറിയാം, അവരുടെ ബന്ധുക്കൾക്കറിയാം. അന്ന് രാത്രിയോട് കൂടിയിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഭർത്താവ് മരിച്ച് 3ാമത്തെ ദിവസമാണ് ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിക്കുക. ഈ പെൺകുട്ടിയെ ഭർത്താവ് മരിച്ചു ഭീകരമായി മർദ്ദിച്ചു. അവരാവശ്യപ്പെടുന്നത് ഈ രീതിയിൽ നിങ്ങൾ സമ്മതിക്കണം, നീ അവരുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം, അതിൽ ഫോൺ കോൾസിന്റെ കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. ഈ കുട്ടി ഇതിന് സമ്മതിച്ചില്ല. 2 ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചു. ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല എന്ന സാഹചര്യം വന്നു.